9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും ചാപ്റ്റേഴ്സ് ആനുവൽ എക്സാമിന് ചോദിക്കുക, അല്ലെങ്കിൽ ഓണം എക്സാമിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആനുവൽ എക്സാമിന് വരും. കാരണം 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് മാർച്ചിൽ അവരുടെ ആനുവൽ എക്സാം നടക്കും കേട്ടോ. അപ്പോൾ മാർച്ച് നടക്കാൻ പോകുന്ന ആനുവൽ എക്സാമിന് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ പഠിക്കണോ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള സംശയം പല കുട്ടികൾക്കുണ്ട്. അത് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത്ര അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. ഞാൻ ആദ്യമേ പറഞ്ഞുതരാം, ആനുവൽ എക്സാമിന് നിങ്ങൾ 8ാം ക്ലാസ് ആണെങ്കിലും 9ാം ക്ലാസ് ആണെങ്കിലും ഇനി അതിന് താഴെയുള്ള ക്ലാസ് ആണെങ്കിലും ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സ് അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷേ ചെറിയ വ്യത്യാസം എന്താ വെച്ചാൽ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് 2 or 3 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ സയൻസ് എടുക്കുകയാണെങ്കിൽ 9ാം ക്ലാസ്സിലേക്ക് എടുക്കുകയാണെങ്കിൽ 8ാമത്തെ ചാപ്റ്റർ ആഫ്റ്റർ ക്രിസ്മസ് എക്സാം ചാപ്റ്റർ ആണ് ജോഗ്രഫിയിൽ ഹിസ്റ്ററിയും. അതൊന്ന് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം 2 or 3 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഓണത്തിൻ്റെയും ക്രിസ്മസ് എക്സാമിൻ്റെയും ചാപ്റ്റേഴ്സിൽ നിന്ന് 1 or 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ നിങ്ങളുടെ ആനുവൽ എക്സാമിന് ചോദിക്കുകയുള്ളൂ. അപ്പോൾ ആനുവൽ എക്സാമിന് നിങ്ങൾ 8ലോ 9ലോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാടാ ആഫ്റ്റർ ക്രിസ്മസ് എക്സാം, ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്റേഴ്സാണ്. പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ, ഒന്നാമത്തെ ചാപ്റ്റർ മുതലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കണം. കാരണം ഫസ്റ്റ് ചാപ്റ്റേഴ്സ് നിന്ന് എന്ത് ചെയ്യാം 1 or 2 ചോദ്യങ്ങൾ എന്ത് ചെയ്യും ഓരോ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ നിങ്ങൾ പഠിച്ചിരിക്കണം. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആഫ്റ്റർ ക്രിസ്മസ് എക്സാമിന് ശേഷമുള്ള ചാപ്റ്ററാണ്. അത് മാത്രം പഠിച്ചാൽ മതി പോരാ, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ അവസാന ചാപ്റ്റർ വരെ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ആനുവൽ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.